having fun out here? Yeah, all right. So, it's a privilege for me to introduce some of our national leaders who are a part of Caroline. First, I want to introduce John Sherry, or Johnny, as the Regional Vice President for Capital Region in Falmouth. Johnny, please come up on the stage. Next, I want to introduce Stanley Ethnico as Regional Vice President for Capital Region in Volcana. Stanley, please come up on the stage. Finally, I want to introduce my Vice President, Bijoy Vidayakal, who won with the maximum number of votes in the Volcana election. Bijoy Vidayakal, please come up on the stage. Guys, I don't hear you guys. Standing ovation. I applaud them for being a part of Caroline and taking leadership roles with the national organization. And do you guys want to say anything? They said no. I just want to say thank you. My national leaders. At this moment, we have a few people here from Lana. I welcome Venu, Shintu, and Rishit to please come up on stage. Looks like you're by yourself, Venu. Hello, thank you. Happy Onam. Ellarkkum namaskaram. Thank you, Lenji, for the time on stage. First of all, ഈ ഒരു കലാപരിപാടികൾക്കിടയിൽ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് കട്ടെടുത്ത് അതിനെ ക്ഷമമാണ് ചോദിക്കുന്നു. ഇവിടെ കൂടി കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ പേര് വേണുഗോപാലൻ കൊക്കോടൻ. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, പുത്താണ്ടവർ. പിന്നെ ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, അതിൻ്റെ ഒരു കൺവെൻഷൻ, അതിൻ്റെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷൻ DC ഏരിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. DC ഏരിയയിൽ ലീസ്ബർഗിനടുത്ത് സിൽക്ക് ബാങ്കറ്റ് ഹോൾ അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ലെജിക്ക് അവൈലബിൾ ആണ്. ഈ വരുന്ന സെപ്റ്റംബർ 25, 26, 27 തീയതികളാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച. പിന്നെ ലിറ്ററേച്ചർ അവിടെ നടക്കുന്നത് സാഹിത്യമാണ്, എഴുത്തിനെ പറ്റിയാണ്, വായനയെ പറ്റിയാണ്. നമ്മുടെ ഇടയിലുള്ള നോർത്ത് അമേരിക്കയിലുള്ള, കാനഡയിലുള്ള എല്ലാവരും, USA കാനഡയിലുള്ള എല്ലാവരും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവിടെ സമ്മേളിക്കും. നമ്മൾ ഇത്തവണത്തെ ഒരു ആഗ്രഹം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ സെക്കൻഡ് ജനറേഷൻ അവർ ഇംഗ്ലീഷിലാണ്, തീർച്ചയായും മലയാളത്തിൽ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ യൂത്തിനെ അവിടത്തേക്ക് കാര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ വായനയുടെ ആവശ്യം എന്താണ്, എഴുത്തിൻ്റെ ആവശ്യം എന്താണ്, നമ്മുടെ ഭാവനയുടെ ആവശ്യം എന്താണ്, ഇതിനൊക്കെ പറ്റിയായിരിക്കും അവിടെ ഉള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ എൻജിയോട് പറഞ്ഞാൽ കിട്ടും. ഈവൺ എന്നെയും കോൺടാക്ട് ചെയ്യും. എൻ്റെ പേര് വേണുഗോപാലൻ കൊക്കോടൻ. ഞാനാണ് അതിൻ്റെ ചെയർമാൻ. എൻ്റെ കൂടെ നമ്മുടെ ഒരു കൺവീനർ കൂടെയുണ്ട്, ഷിനോപുയൻ, അദ്ദേഹം ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമുഖ എഴുത്തുകാരായ കഥാകൃത്തായ പോൾ സക്ലേയും അതുപോലെ നോവലിസ്റ്റായ BJ ജെയിംസാണ് നമ്മുടെ മുഖ്യാതിഥികൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രസിഡന്റ് രഞ്ജിയുടെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം കൂടെ നടക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, രഞ്ജി പുസ്തകം എഴുതിയിട്ടുള്ള കാര്യം. ആ പുസ്തകത്തിന്റെ പേരാണ് എക്കോയിങ് ഷാഡോസ്. സോ നിങ്ങളെല്ലാവരും ആ ഒരു പ്രകാശന ചടങ്ങിലേക്ക് ആക്ച്വലി BJ ജെയിംസും സക്രയും കൂടിയിട്ടായിരിക്കും ആ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാം. നിങ്ങൾക്കൊരു കൈ കൊടുക്കൂടെ നിങ്ങളുടെ പ്രസിഡന്റിന്റെ പുസ്തകത്തിന് വേണ്ടി? താങ്ക് യു. അതുപോലെ പിന്നെ അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഷിനോ കൂടെ പറയാം. താങ്ക് യു. Hello, good evening everybody.
ഹാപ്പി ഓണം. ഇത്രയും പേര് ഇവിടെ ഈ ഓണാഘോഷ പരിപാടിയുമായിട്ട് വന്ന് കൂടിയത് കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വിർജീനിയ സ്ഥലത്ത് നിന്നാണ് വന്നത്. എൻ്റെ പേര് ഷിനോ കുര്യൻ. ഞാൻ ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ആനുവൽ കൺവെൻഷന് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത്. അത് നടക്കുന്നത് ഈ വർഷം സെപ്റ്റംബർ 25 വൈകുന്നേരം 4 മണിക്ക് ചായയോടുകൂടി നമ്മൾ തുടങ്ങും. 26 ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ട്. ആൻഡ് 27 ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റോട് പിരിയും. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ വന്നത്, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1.5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്, ഞങ്ങൾ 5 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. വന്നത് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടിയാണ്. ദയവായി വരിക. ഇത് ലാന ഒരു എഴുത്തുകാരുടെ സംഘടനയാണ്. പക്ഷേ വായിക്കുന്നവർ, സാഹിത്യത്തോട്, മലയാള സാഹിത്യത്തോട് താല്പര്യമുള്ള എല്ലാവർക്കും ഇതിൽ ഞങ്ങൾ അതുപോലെ ഇപ്രാവശ്യം ഇംഗ്ലീഷിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാള ഭാഷയും അതുപോലെ എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ ചെറിയൊരു സംഘടനയാണ്. അമേരിക്ക, കാനഡ മൊത്തത്തിൽ 200 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം വളരെ ആവശ്യമാണ്. നിങ്ങളെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, സെപ്റ്റംബർ 25, 26, 27 ബഹുമാനപ്പെട്ട എഴുത്തുകാരി സെക്രട്ടറിയും വി ജെ ജെയിംസും ആണ് ഞങ്ങളുടെ പ്രധാന അതിഥികൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് സംശയമുണ്ടെങ്കിൽ ലെഞ്ചി നമ്മുടെ കൺവെൻഷൻ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. ലെഞ്ചിയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. പുസ്തകങ്ങളാണെങ്കിലും എഴുതുന്നവരുണ്ടെങ്കിൽ, വായിക്കുന്നവരുണ്ടെങ്കിൽ, പുതിയ പുസ്തകങ്ങൾ പോലും പ്രസിദ്ധീകരിക്കാനുണ്ടെങ്കിൽ, പ്രകാശനം ചെയ്യാൻ ഞങ്ങൾ വളരെ വില്ലിങ്ങാണ്. നിങ്ങൾ നമ്മളെ ബന്ധപ്പെടുക. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മാസം ഓഗസ്റ്റ് എന്താണ് നമ്മുടെ 25-ന് നമ്മൾ ഓണ ഓർമ്മകൾ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഓൺലൈനിലാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക, ഇതിലൊക്കെ സഹകരിക്കാൻ നിങ്ങൾക്ക് ഈ അവസരം തന്നതിൽ വളരെ നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഇതിൽ നമ്മൾ യൂത്തിന് പങ്കെടുക്കുന്ന കാര്യം പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു യൂത്ത് ആരെങ്കിലും എഴുതുന്നവരോ കവിത എഴുതുന്നവരോ കഥ എഴുതുന്നവരോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടാൻ പറയാം. ഞങ്ങൾ അവർക്കൊരു തീർച്ചയായിട്ടും ഞങ്ങളുടെ സെക്ഷനിൽ ഒരു സാധ്യത കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു. It's my privilege to introduce our distinguished guest, a renowned academy, clinician, author, and community leader, professor of psychiatry, and a principal for Government Medical College, Kottayam, Kerala. I introduce Dr. Varghese Pudnas. Mr. Pudnas, please come up on the stage. Hello, good evening. I bring greetings from our motherland, India, Bharat, which celebrates its 80th Independence Day. അപ്പോൾ അതിൻ്റെ ആശംസകൾ ആ രാജ്യത്ത് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വന്നതാണ്. യാദൃച്ഛികമായിട്ട് ഞാൻ ഇന്നിവിടെ ഇതുവഴി ഒരു വഴിപോക്കനായിട്ട് കടന്നു പോയതാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആരും ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷം ആയിട്ട് ഇവിടെ വന്നു എന്നേ ഉള്ളൂ. പറയാം പേഴ്സണൽ ആവശ്യം ഫോർ മൈ ഡോക്ടേഴ്സ് അഡ്മിഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇറ്റ്സ് മൈ വേ റിട്ടേൺ. ഓണം അവിടെ ചെന്ന് കൂടാം, പക്ഷെ ഓണം ഇവിടെ തുടങ്ങാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷം. ഇവിടുത്തെ ഫെസ്റ്റിവൽ കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് വലിയ പ്രശ്നമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അസ്ഥാനത്താകുന്നു. മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഡോക്ടർ ഷെറിൻ എന്നെ അത് കിഴുക്കിയിട്ടാണ് വിട്ടത്. അവിടെ ചെന്ന് കൂടുതൽ സമയമൊന്നും പ്രസംഗിച്ചൊന്നും കളയരുത്. അപ്പോൾ ഞാൻ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഈ ഓണത്തിൻ്റെ എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷിക്കുമ്പോൾ അതിന് പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ പ്രസിഡന്റുമായ രഞ്ജോ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു. അതിന് വലിയൊരു ഡീപ്പർ സൈക്കോളജിക്കൽ മീനിങ്സ് ഉണ്ട് അപ്പാർട്ട് ഫ്രം ഓൾ ദി സെലിബ്രേഷൻസ്. നമ്മൾ ഈ
ഓണം വരുന്നതിൻ്റെ ഒരു കൗണ്ട് ഡൗൺ, ഇനി 10 ദിവസം കഴിയുമ്പം ഓണമാണ് എന്നൊക്കെയുള്ളൊരു കൗണ്ട് ഡൗൺ വരുമ്പോൾ തന്നെ എനിക്ക് ആൻറ്റിസിപ്പേറ്ററി ജോയ്. ഒരു നല്ല കാര്യം വരുത്തുമെന്ന് അറിയുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഉത്സവം. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു തുടക്കമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്, ഒരു ബിൽഡിംഗ് അപ്പ് ഓഫ് ജോയ്. പക്ഷെ നമുക്കറിയാം ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അവസാനം നമ്മുടെ SBI എമർജൻസി എല്ലാവരുടെ 8-ന് മുകളിലേക്ക് പോകും, വെയിറ്റ് ഒരു 10-15 രൂപ കൂടും. ഇങ്ങനെയൊക്കെയുള്ള അവശിഷ്ടങ്ങളാണ് നമ്മൾ ഓണത്തിന് അവശേഷിച്ചിട്ട് പോകുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ബുദ്ധിമുട്ടുകളിലേക്ക്. പക്ഷെ സ്റ്റിൽ ദീസ് ഡേയ്സ് ഫുൾ ഓഫ് ജോയ്, ഫൺ, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മളിപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ട്രോളും കൂടെയാണ് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ട്രോൾ ചെയ്യാൻ മലയാളികൾ വളരെ വിളിക്കുന്നവരാണ്. പോറ്റ ഒരു രാജാവിനെ നമ്മൾ ആദരിക്കുന്നു, ജയിച്ച അല്ലെ തോപ്പിച്ച, അത് ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടെന്നും കാണത്തില്ല. Somebody who has failed is being celebrated and every year we anticipate the return. That's something different. നമ്മൾ ഏത് ഉത്സവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് വിജയത്തിൻ്റെ ഉത്സവമാണ്, അല്ലെ എന്തെങ്കിലും ഇവിടെ ഒരു പരാജയത്തിനെ നമ്മൾ ഉത്സവമായിട്ട്, അത് മലയാളികൾക്ക് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. തോറ്റവനെ ആദരിക്കുക, അയാൾ എല്ലാ വർഷവും വരും, ഒരു നല്ല കാര്യങ്ങളുടെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണ്. അത് വളരെ സൈക്കോളജിക്കലി വളരെ ഹെൽത്തി ആയിട്ടുള്ള മലയാളിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഈ മൊമെൻറ്റ്സ്, സന്തോഷമുള്ള നിമിഷം, ഞാനിവിടെ ഒരു അല്പസമയം ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന എന്നെ മെയിനായിട്ട് കൊണ്ട് ക്ഷണിക്കാൻ കാരണക്കാരിയായ സരൂപ് ചോദിച്ചു, ഡോക്ടർ ബോറടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് ട്രോൾ ചെയ്യും, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ ഐ വാസ് റിയലി എൻജോയ്. ഇവിടെ നടന്ന പെർഫോമൻസ് ഒക്കെ ഇവിടെ ആ ഒരു എന്താ പറയുക, അതിഗംഭീരമായിട്ടുള്ള ഭാവാഭിനയങ്ങൾ, കൈയടിച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് പരാതിയുണ്ട്. ആൻഡ് ദ വേ ഓൾ എവരിബഡി വാസ് പെർഫോമിങ്. അപ്പോൾ ഇത് നല്ല ഓർമ്മകൾ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഇവിടെ എല്ലാ ആശംസകളും നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഈ ഓണാഘോഷം കഴിയുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി എൻ്റെ ക്വാണ്ടം ഇൻക്രീസ് ചെയ്യട്ടെ. നല്ല ഓർമ്മകൾ, നല്ല സ്മരണകൾ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 7ാം കടലിനക്കരെ എന്നൊരു സിനിമ കണ്ടു. അന്ന് ഞാൻ അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ വിസ്മയങ്ങളുടെ നാട്. പിന്നീട് അതിന് ശേഷം പലപ്പോഴും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും അക്കാഡമിക് റീസൺസിനും ഒക്കെ ഇവിടെ വരുമ്പോൾ ഈ നാടിലും ഇവിടെ ജീവിക്കുന്ന നമ്മൾക്ക് നമ്മുടെ നാടിനോട് പുലർത്തുന്ന ആ ഒരു ഗൃഹാതുരത്വവും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗാനയുടെ അനൗൺസ്മെന്റ് നടത്തി. സ്റ്റിൽ കവിതയും കഥയും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് വലിയൊരു സംഭവമാണ്. സോ ഐ ടേക്ക് ബാക്ക് ട്രസ്റ്റ് ഓൾ ദി ഗുഡ് മെമ്മറീസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട പത്നി ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോക്ടർ ഷെറിൻ. ഷീ ഈസ് വർക്കിംഗ് ഇൻ പൻമല ഹോസ്പിറ്റൽ. ഞങ്ങളുടെ എല്ലാ സ്നേഹാശംസകളും അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് അവസരം തന്ന എൻജു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. And it's a privilege when our distinguished guest is also celebrating his birthday today. All I can say is, happy birthday to you, happy birthday to you, happy birthday Dr. Ernest Kunduz, happy birthday to... Thank you. Happy birthday, Uncle.